ഹലോ ഹോൾ. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഗിറ്റ് റെപ്പോസിറ്ററിയിൽ ഒരു റെപ്പോ ഉണ്ടാക്കാം, ഗിറ്റ് ഹബിൽ എങ്ങനെയാണ് റെപ്പോസിറ്ററി ഉണ്ടാക്കാം, അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ ലോക്കൽ സിസ്റ്റവുമായിട്ട് ഗിറ്റ് റെപ്പോസിറ്ററി ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഗിറ്റ് ഇഗ്നോർ, അതായത് ഒരു ഫയൽ ഗിറ്റിൽ നിന്നും ഇഗ്നോർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗിറ്റിൻ്റെ ബെനിഫിറ്റ്, എന്തിനാണ് ഗിറ്റ് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചു. സോ ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ എന്താണ് ബ്രാഞ്ച് എന്താണെന്നതിനെക്കുറിച്ച് പഠിക്കാം. സോ അതിനായിട്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ ഫസ്റ്റ് ഗിറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡീഫാൾട്ടായിട്ട് നമുക്കൊരു ബ്രാഞ്ച് ഉണ്ടാകും. ആ ബ്രാഞ്ചാണ് മാസ്റ്റർ, അല്ലെങ്കിൽ മെയിൻ എന്ന് പറയുന്ന ബ്രാഞ്ചോ അല്ലെങ്കിൽ മാസ്റ്റർ എന്ന് പറയുന്ന ബ്രാഞ്ചായിരിക്കും ഡീഫാൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. സോ അത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഗിറ്റ് ബ്രാഞ്ച് എന്ന് അടിച്ചിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും മാസ്റ്റർ, അതുപോലെ തന്നെ 00 ന്യൂ. ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്തൊരു ബ്രാഞ്ചാണ്. സോ ഇങ്ങനെ 2 ബ്രാഞ്ചസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നിലവിലുള്ളത്. സോ എങ്ങനെ നമുക്കൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാം, നിലവിലുള്ള ഗിറ്റ് റെപ്പോയിൽ എങ്ങനെ ഒരു പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് നമുക്ക് കമാൻഡ് എൻ്റർ ചെയ്യാം, ഗിറ്റ് ബ്രാഞ്ച് ആൻഡ് ബ്രാഞ്ച് നെയിം. നമുക്ക് പേര് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് അബൌട്ട് എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 002 അബൌട്ട് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് മാസ്റ്റർ എന്ന് പറയുന്ന ബ്രാഞ്ചിലാണ്. സോ എങ്ങനെ നമുക്ക് അബൌട്ട് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ നമുക്ക് വർക്ക് ചെയ്യാം, അതിനായിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ബ്രാഞ്ചിലോട്ട് പോകേണ്ടതുണ്ട്. അതിനു വേണ്ടി നമ്മൾ ഗിറ്റിൽ ഉപയോഗിക്കുന്ന കോഡാണ് ഗിറ്റ് ചെക്കൗട്ട് ബ്രാഞ്ചിൻ്റെ പേര്. ജസ്റ്റ് ആ ഒരു ബ്രാഞ്ചിൻ്റെ പേര് നമ്മളിവിടെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ബ്രാഞ്ചിലോട്ട് എൻ്റർ ആവുന്നതായിരിക്കും. സോ ഓക്കെ, സോറി, ഇവിടെ ചെക്കൗട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഔട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെക്കൗട്ട് എന്ന് പറയുന്ന ബ്രാഞ്ചിലാണ് എൻ്റർ ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ താഴെ, അതായത് നമ്മളെ VS കോഡിനകത്ത് ബോട്ടം സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഏത് ബ്രാഞ്ചിലാണ് നമ്മൾ എൻ്റർ ആയിട്ടുള്ളതെന്ന്. സോ ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാ ചേഞ്ചുകളും ഈ ഒരു ബ്രാഞ്ചിലായിരിക്കും റിഫ്ലക്റ്റ് ആവുന്നത്. സോ നമുക്കിവിടെ കുറച്ച് ചേഞ്ച് ചെയ്യാം. അബൌട്ട് എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്ത്, ആ ഒരു മെനുക്കകത്ത് നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്താം. ഇതിനകത്ത് നമുക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി നോക്കാം. സോ ഇവിടെ നമുക്ക് ടെസ്റ്റ് ബ്രാഞ്ച് ഫോർ അബൌട്ട് എന്ന് പറയുന്നിട്ട് ജസ്റ്റ് കോഡ് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. ജസ്റ്റ് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ എടുത്തിട്ട് പേസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സപ്പോർട്ട് എന്നുള്ളതിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് എന്നുള്ളത് പേര് ഇവിടെ ചേഞ്ച് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ട്, ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ടെസ്റ്റ് ബ്രാഞ്ച്, അതുപോലെ തന്നെ ചെക്കൗട്ട്, ഇതൊക്കെ നമുക്കിവിടെ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. സോ ഇതെല്ലാം വരുന്നത് നമ്മുടെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അബൌട്ട് എന്ന് പറയുന്ന ബ്രാഞ്ചിലാണ് ഇപ്പോൾ ഇത് ചേഞ്ച് ആയിട്ടുള്ളത്. സോ നമുക്കിത് കമ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും ജസ്റ്റ് ചേഞ്ച് ചെയ്തല്ലോ, ഇത് നമുക്ക് കമ്മിറ്റ് ചെയ്യാം. അതിനായിട്ട് ഗിറ്റ് ജസ്റ്റ് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഗിറ്റ് സ്റ്റാറ്റസ്. ഓക്കെ, ഞാനിവിടെ ഗിറ്റ് സ്റ്റാറ്റസ് ചെയ്യുമ്പോൾ മോഡിഫൈഡ് ആയിട്ട് കാണുന്നത് index.html നമ്മളിപ്പോൾ മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഇത് മോഡിഫൈഡ് ആയിട്ടുണ്ട് എന്നാണ് ഇതിന് മീനിങ് വരുന്നത്. സോ ഇവിടെ മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഗിറ്റ് ട്രാക്കിങ്ങിലോട്ട് നമുക്കിത് ആഡ് ചെയ്യണം. സോ അതിനായിട്ട് ആഡ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഇതെന്തായിട്ടുണ്ട്, ഇത് മോഡിഫിക്കേഷൻ, അതായത് ട്രാക്കിംഗ് ഹിസ്റ്ററിയിലോട്ട് ഇത് ആഡ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്കിത് കമ്മിറ്റ് ചെയ്യാം. ഗിറ്റ് കമ്മിറ്റ് about changes
അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് നമുക്ക് കൊടുക്കാം. ജസ്റ്റ് അത് നമുക്ക് കമ്മിറ്റ് ചെയ്യാം. സോ ഇതിപ്പോൾ കമ്മിറ്റായിട്ടുണ്ട്. ഈ ചേഞ്ച് ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിത് കാണാൻ സാധിക്കും. സോ സപ്പോർട്ടിനകത്ത് അബൌട്ടിനകത്ത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ള എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഇനി ഞാൻ തിരിച്ച് മാസ്റ്റർ എന്ന് പറയുന്ന ബ്രാഞ്ചിലോട്ട് തന്നെ തിരിച്ചു പോകാം. അതിനായിട്ട് ഗിറ്റ് ചെക്കൗട്ട് മാസ്റ്റർ. സോ ഞാനിപ്പോൾ മാസ്റ്റർ എന്ന് പറയുന്ന ബ്രാഞ്ചിലോട്ട് തിരിച്ചു പോയി. സോ അപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ നമ്മളിരിക്കുന്നത് മാസ്റ്റർ എന്ന് പറയുന്ന ബ്രാഞ്ചിലാണ്. സോ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചേഞ്ച് ചെയ്തൊന്നും തന്നെ കാണുന്നില്ല. കാരണം ഇത് മാസ്റ്റർ എന്ന് പറയുന്ന ബ്രാഞ്ചിൽ റിഫ്ലക്റ്റ് ആയില്ല. നമ്മൾ ചേഞ്ച് ചെയ്തതെല്ലാം അബൌട്ട് എന്ന് പറയുന്ന ബ്രാഞ്ചിലാണ്. സോ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോഴും നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. ബിക്കോസ് നമ്മൾ നേരത്തെ വർക്ക് ചെയ്തത് അബൌട്ട് എന്ന് പറയുന്ന ബ്രാഞ്ചിലും ഇപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ എന്ന ബ്രാഞ്ചിലാണ്. അപ്പോൾ രണ്ടിൻ്റെയും ഡിഫറൻ്റ് ആണ്. അതായത് നമ്മൾ മാസ്റ്റർ എന്ന് പറയുന്ന ബ്രാഞ്ചിൽ വർക്ക് ചെയ്താൽ അത് മാസ്റ്റർ എന്ന് പറയുന്ന ബ്രാഞ്ചിലും, അതുപോലെ തന്നെ അബൌട്ട് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ വർക്ക് ചെയ്താൽ അബൌട്ട് എന്ന് പറയുന്ന ബ്രാഞ്ചിലുമായിരിക്കും അതിൻ്റെ റിഫ്ലക്ഷൻ വരുന്നത്, നമ്മൾ ചേഞ്ച് ചെയ്തതിൻ്റെ റിഫ്ലക്ഷൻ വരുന്നത്. സോ ഇതിനെ നമുക്ക് ഇനി എല്ലാ ബ്രാഞ്ചിനും എങ്ങനെ നമുക്ക് ഇതിനെ എടുക്കാം, അതായത് പുൾ ചെയ്തെടുക്കാം. സോ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇതിനെ നമ്മൾ ഗിറ്റ് റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്തതിന് ശേഷം ഇത് മെർജ് ചെയ്യേണ്ടതുണ്ട്. സോ ഞാൻ തിരിച്ച് മാസ്റ്റർ അതായത് അബൌട്ട് ബ്രാഞ്ചിലോട്ട് തന്നെ പോകാം. സോ ഞാൻ അബൌട്ട് ബ്രാഞ്ചിൽ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം ഇപ്പോൾ ഞാൻ ചെക്കൗട്ട് ചെയ്തിട്ടുള്ളത് അബൌട്ട് ബ്രാഞ്ചിലാണ്. സോ ഇത് ഞാൻ ഓൾറെഡി കമ്മിറ്റ് ചെയ്തു. ഇനി ഞാൻ ഈ അബൌട്ട് ബ്രാഞ്ചിൽ നിന്നും ഞാനിത് പുഷ് ചെയ്യാം. ഗിറ്റ് റെപ്പോസിറ്ററിയിലോട്ട് ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്യാം. ഒറിജിൻ അതായത് നമ്മൾ ഗിറ്റിൻ്റെ ആ ലിങ്കാണ് വരുന്നത്, ഗിറ്റ് റെപ്പോസിറ്ററിയുടെ ലിങ്കാണ് ഗിറ്റ് ഒറിജിൻ. അതിന് ശേഷം നമ്മൾ പുഷ് ചെയ്യുന്ന ബ്രാഞ്ച് ഏതാണോ അത് നമ്മളിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. സോ അത് ഞാനിവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തു. സോ ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ ബ്രാഞ്ച് വന്നിട്ട് നമ്മുടെ ഗിറ്റിൽ ആഡായിട്ടുണ്ടാകും. നമ്മൾ പ്രൊജക്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഡാഷ്ബോർഡിൽ പോയിട്ട് നമ്മുടെ റെപ്പോസിറ്ററിയിൽ പോയതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ്, ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് വരുന്നത്. സോ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ബ്രാഞ്ചും കൂടി വന്നിട്ടുണ്ട്. ജസ്റ്റ് 19 സെക്കൻഡിന് മുമ്പ് നമുക്കൊരു പുതിയ ബ്രാഞ്ചും കൂടി ഇതിൽ ആഡായിട്ടുണ്ട്. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയാലും നമുക്ക് ആ ബ്രാഞ്ച് കാണാൻ സാധിക്കും. സോ ഇതിനെ നമ്മുടെ മാസ്റ്റർ ഫയലിലോട്ട് നമ്മൾ മെർജ് ചെയ്യേണ്ടതുണ്ട്. സോ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു കമ്പയർ ഓർ പുൾ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് നമുക്ക് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ പുൾ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു വിൻഡോയിലോട്ട് പോകും. മേ ബി ഇനി ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ മെനുക്കകത്ത് കോഡ് ഇഷ്യൂ അതുപോലെ തന്നെ പുൾ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഈ മെനു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ മെർജ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാം കമ്പയർ പുൾ റിക്വസ്റ്റ്, അതായത് എന്തൊക്കെയോ പുൾ റിക്വസ്റ്റ് നമ്മുടെ സിസ്റ്റത്തിലോട്ട് വന്നിട്ടുണ്ട്, ഏതൊക്കെയോ ബ്രാഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഇവിടെ റിഫ്ലക്റ്റ് ആവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് അത് മെർജ് ചെയ്യാൻ സാധിക്കും. സോ അതിനായിട്ട് കമ്പയർ ആൻഡ് പുൾ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഓപ്പൺ എ പുൾ റിക്വസ്റ്റ്. സോ അതിന് താഴെയായിട്ട് ബേസ് ബ്രാഞ്ച് എന്ന് പറയുന്നത് മാസ്റ്ററാണ്. ഇതാണ് നമ്മൾ മാസ്റ്റർ ബ്രാഞ്ച്. നമ്മൾ ഏത് ഒരു ബ്രാഞ്ചിൽ നിന്നും നമ്മൾ ചേഞ്ച് ചെയ്ത ചേഞ്ചുകൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിലോട്ട് മെർജ് ചെയ്യണം, മാസ്റ്റർ ബ്രാഞ്ചിലോട്ട് മെർജ് ചെയ്യണം. എന്നാൽ മാത്രമേ കൺകറൻ്റ്ലി ആയിട്ട് ചേഞ്ച് ചെയ്ത് എല്ലാവർക്കും ആ ഒരു ചേഞ്ചസ് ലഭിക്കുകയുള്ളൂ. സോ അതിനായിട്ട് ഞാനിവിടെ കമ്പയർ ചെയ്യുന്ന ബ്രാഞ്ച് എന്ന് പറയുന്നത് അബൌട്ട് ബ്രാഞ്ചാണ്. സോ അത് സെലക്ട് ചെയ്തു. ഇവിടെ മറ്റ് ബ്രാഞ്ചുകളുണ്ട്, കമ്പയർ ചെയ്യാനുള്ള ബ്രാഞ്ചുകളുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. സോ അത് സെലക്ട് ചെയ്തു. സോ അതിന് ശേഷം എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കിവിടെ എൻ്റർ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്യുന്നില്ല. സോ ആൻഡ് അതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് എ പുൾ റിക്വസ്റ്റ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴെയായിട്ട് ഒരു ഓപ്ഷൻ വരും. എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഇവിടെ ഗിറ്റബിലുള്ള ഒരു ഫങ്ഷനാണിത്. സോ ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം ഒരു ഒന്നുമില്ലെങ്കിൽ, അതായത് കോൺഫ്ലിക്റ്റ് ഒന്നുമില്ലെങ്കിൽ ഇവിടെ നമുക്ക് മെർജ് പുൾ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാം,
അതായത് റിസോൾവ് ദ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ ഇത് നമുക്ക് മെർജ് പുൾ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം കൺഫേം ദ മെർജ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അബൌട്ട് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ ചെക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും നമുക്ക് മാസ്റ്റർ ബ്രാഞ്ചിൽ വന്നിട്ടുണ്ടാകും. സോ ഇനി നമുക്ക് മാസ്റ്റർ ബ്രാഞ്ചിൽ പോയി നോക്കാം. സോ മാസ്റ്റർ ബ്രാഞ്ചിൽ പോയി ഇപ്പോൾ നമ്മൾ ചെക്കൗട്ട് അടിച്ച് നിൽക്കുന്നത് ഇത് അബൌട്ട് ബ്രാഞ്ചിലാണ്. സോ ഇനി നമുക്ക് മാസ്റ്റർ ബ്രാഞ്ചിലോട്ട് ചെക്കൗട്ട് ചെയ്ത് പോകാം. ഓൾറെഡി ഇവിടെ കോഡ് ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് അത് ഉപയോഗിക്കാം നമുക്ക്. ഓക്കെ, ചെക്കൗട്ട് മാസ്റ്റർ ബ്രാഞ്ചിലോട്ട് തന്നെ ചെക്കൗട്ട് ചെയ്ത് പോകാം. സോ അതിനായിട്ട് ഞാൻ മാസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്ത് മാസ്റ്റർ ബ്രാഞ്ചിലോട്ട് പോയി. സോറി ഇങ്ങനെയല്ല, ഗിറ്റ് ചെക്കൗട്ടാണ്, ചെക്കൗട്ട് മാസ്റ്റർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാസ്റ്റർ ബ്രാഞ്ചിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആ ചേഞ്ചസ് ഒന്നും ഇവിടെ കാണുന്നില്ല. സോ ആ ചേഞ്ചസ് നമ്മുടെ മാസ്റ്റർ ബ്രാഞ്ചിലും റിഫ്ലക്റ്റ് ആവണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഗിറ്റ് പുൾ ഒറിജിൻ മാസ്റ്റർ, നമ്മൾ ഗിറ്റ് റിപ്പോസിറ്ററിൽ ആ മാസ്റ്റർ ബ്രാഞ്ചിലോട്ട് നമ്മൾ മർജ് ചെയ്തു, പക്ഷേ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ അത് റിഫ്ലക്റ്റ് ആയിട്ടില്ല. സോ ആ ചേഞ്ചസ് എല്ലാം, അതായത് അബൌട്ട് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ ചെയ്ത ചേഞ്ചസ് എല്ലാം നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലെ മാസ്റ്ററിൽ റിഫ്ലക്റ്റ് ആവണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് പുൾ ചെയ്യണം. പുൾ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അത് നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുന്നു. സോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ മാസ്റ്റർ ബ്രാഞ്ചിൽ, അതായത് ഗിറ്റ് ഹബിൽ നമ്മൾ മെർജ് ചെയ്തിട്ടുള്ള എല്ലാ ചേഞ്ചസും നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലെ മാസ്റ്റർ ബ്രാഞ്ചിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. സോ നമുക്കത് ഗിറ്റ് പുൾ ഒറിജിൻ മാസ്റ്റർ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട്, അതായത് ഗിറ്റ് പുൾ ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഡയറക്ടറിയുടെ ലിങ്കാണ്, പുള്ള് ചെയ്യുന്നത് നമ്മൾ മാസ്റ്റർ എന്ന് പറയുന്ന ബ്രാഞ്ചിൽ നിന്നാണ്. സോ എൻ്റർ ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫാസ്റ്റ് ഫോർവേഡ് ഇൻഡെക്സ് HTML 6++-, അതായത് ഇത്രയും ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതിന് പ്രൂഫായിട്ട് നമുക്ക് ഇവിടെ ഒരു ഫയലിലാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. 3 ലൈൻ ഡിലീറ്റ് ആയിട്ടുണ്ട്, 3 ലൈൻ ഇൻസേർട്ട് ആയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ നമ്മൾ ഇവിടെ കാണാൻ സാധിക്കും. സോ ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ ചേഞ്ച് ചെയ്ത എല്ലാ ചേഞ്ചസും നമ്മുടെ മാസ്റ്റർ ഫയലിലും മാസ്റ്റർ ബ്രാഞ്ചിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ നമ്മൾ ഏതൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കമാൻഡ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അറിയില്ല, നമ്മളെ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ നമ്മൾ ടീമിലുള്ള ആരെങ്കിലും പുതുതായിട്ട് ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്ത് അത് മാസ്റ്റർ ഫയലിലോട്ട് മെർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കില്ല. സോ ഒരു പ്രൊജക്റ്റിനുള്ളിൽ നമ്മൾ ഫസ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും ഒരു പുൾ റിക്വസ്റ്റ് എടുക്കണം, അതായത് മാസ്റ്റർ ബ്രാഞ്ചിൽ നിന്നും ഒരു പുൾ റിക്വസ്റ്റ് എടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിലുള്ള ചേഞ്ചസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ആ സെയിം പേജിലെങ്ങാനും എന്തെങ്കിലും എഡിറ്റ് വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കോൺഫ്ലിക്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രൊജക്റ്റിനകത്തെ മർജ് അതായത് ഫോർ എക്സാമ്പിൾ എല്ലാം ചെയ്ത് കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു പുൾ റിക്വസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് പോസിബിൾ ആവുകയുള്ളൂ.